ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ദുരന്ത നിവാരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ദുരന്തമുണ്ടായാൽ അതിന് ശേഷം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അവരൊരു ദുരന്തം അനുഭവിച്ചവരെ നമുക്ക് ആ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്, നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനമായിട്ട് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. തന്നെയുമല്ല, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ കൂടെ നിരവധി ചോദ്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്ന് PSC പരീക്ഷകളിലേക്ക് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പം എന്താണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമുക്ക് അറിയണമല്ലോ, ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ദുരന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: A disaster can be defined as any occurrence that causes damage, ecological disruption, loss of human life, or deterioration of health and health service on a scale sufficient to warrant an extraordinary response from outside the affected community area. കുറച്ച് ലെങ്ത്തുള്ള ഡെഫിനിഷനാണ്. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാലയളവിന് ചിലപ്പം ഇപ്പോൾ നമുക്ക് അറിയാവില്ല, ഓരോ ദുരന്തങ്ങളും വരുന്നത് പെട്ടെന്നാണ് വരിക. ചെറിയൊരു കാലയളവിൻ്റെ ഉള്ളിലാണ് അത് നടന്നു കഴിഞ്ഞിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ദുരന്തം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക? നമുക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാവും. നമ്മുടെ പരിസ്ഥിതിയെ തന്നെ വളരെ അധികം ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവന് വരെ ഭീഷണിയാവും. ചില ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ക്ഷയം സംഭവിക്കുന്ന രീതിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളെയാണ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാവും ഇതിൻ്റെ വ്യാപ്തിയും ഭീകരതയുമെല്ലാം. പുറമെ നിന്നുള്ള സ്ഥലങ്ങളിലേക്കും മറ്റും ബാധിക്കാനും പെട്ടെന്ന് തന്നെ ബാധിക്കാനും എല്ലാം കാരണമാവുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങൾ. അപ്പം ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഒരു ദുരന്തം സംഭവിച്ചാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ എന്താണെന്ന് പഠിച്ചു. ദുരന്തമാണ് പെട്ടെന്നുള്ളത്. എനി ഒക്കറൻസ് ദാറ്റ് കോസസ് ഡാമേജ്, നമുക്ക് നാശമുണ്ടാക്കുന്ന എന്ത് ഒക്കറൻസിനും നമുക്ക് ദുരന്തം എന്ന് പറയാം. അത് അതിൻ്റെ ടൈപ്പുകൾ വരുന്നുണ്ട് പഠിക്കാൻ. അപ്പം ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി അടുത്തത് വരുന്നത് അതിന് കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹസാർഡ് എന്ന് പറഞ്ഞാലാണ്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഹസാർഡ് ക്യാൻ ബി ഡിഫൈൻ ആസ് എനി ഫെനോമിനൻ ദാറ്റ് ഹാസ് ദി പൊട്ടൻഷ്യൽ ടു കോസ് ഡിസ്ട്രപ്ഷൻ ഓർ ഡാമേജ് ടു പീപ്പിൾ ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. നമ്മുടെ മനുഷ്യരെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയെ എല്ലാം നശിപ്പിക്കപ്പെടാൻ ശേഷിയുള്ളതാണ് ഈ ഇത്തരം ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഫിനോമിനൻ, നമുക്ക് നമ്മുടെ മനുഷ്യരെയോ അതൊരു ആവാസ വ്യവസ്ഥയോ നശിപ്പിക്കപ്പെടാവുന്ന എല്ലാ ഫിനോമിനെയും ഹസാർഡ് എന്ന് പറയും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റ് ആണ്. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിലവിൽ വന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ഒരു അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് UNISDR, യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ആണ്. അതും കൂടെ മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് വരുന്നത് രണ്ട് ടൈപ്പാണ്. ഡിസാസ്റ്റർ നമുക്ക് രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പ് ഡിസാസ്റ്റർ ഉള്ളത്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്ററുകളും പിന്നെ അതേപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രകൃതി ക്ഷോഭങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്ററിൽ വരുന്നത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ തീർച്ചയായിട്ടും മനുഷ്യരാകും. അതാണ് ഇത് രണ്ട് തമ്മിൽ രണ്ട് ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്.
അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് നാച്ചുറൽ ഡിസാസ്റ്ററുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി പോവാം. നാച്ചുറൽ ഡിസാസ്റ്ററുകളിൽ ഫിസിക്കലായിട്ടുള്ള ഡിസാസ്റ്റർ ദുരന്തങ്ങൾ, നാച്ചുറൽ പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് എർത്തുക്വേക്ക് വരുന്നുണ്ട്, ഭൂമികുലുക്കം, വോൾക്കാനോ, സുനാമി, ഇത്രയൊക്കെ ഫിസിക്കലായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്ററുകളാണ്. ഇനി ഹൈഡ്രോളജിക്കലായിട്ടുള്ള എന്തൊക്കെയാണ് വരുന്നത്? ഫ്ലഡ് വരുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് വരുന്നുണ്ട്, വേവ് ആക്ഷൻസ് വരുന്നുണ്ട്, ഹൈഡ്രോളജിക്കലായിട്ടുള്ളത്. ഇനി അടുത്തത് മെറ്ററോളജിക്കലായിട്ട് വരുന്നത് സൈക്ലോൺ, സ്റ്റോം സർജ്, ടൊർണാഡോ, അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾഡ് വേവ്, എക്സ്ട്രീം ടെമ്പറേച്ചർ, ഫോഗ്, ഫ്രീസ്, ഹീറ്റ് വേവ്, ലൈറ്റ്നിങ് പറഞ്ഞാൽ ഇടിമിന്നൽ, ഹെവി റെയിൻ, ശക്തമായിട്ടുള്ള മഴ, സാൻഡ് സ്ട്രോം, ഡസ്റ്റ് സ്ട്രോം, പൊടിക്കാറ്റ്, മണൽക്കാറ്റ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ സ്നോ, ഐസ്, വിൻഡർ സ്ട്രോം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മെറ്ററോളജിക്കലായിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ക്ലൈമറ്റോളജിക്കലാണ്. ക്ലൈമറ്റോളജിക്കലായിട്ട് വരുന്നത് ഡ്രോട്ട് വരുന്നുണ്ട്, എക്സ്ട്രീം ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് കണ്ടീഷൻ വരുന്നുണ്ട്, ഫോറസ്റ്റ് വൈൽഡ് ഫയർ, കാട്ടുതീ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്ലൈമറ്റോളജിക്കലായിട്ട് വരുന്നത്. ഇനി ബയോളജിക്കലായിട്ട് വരുമ്പോൾ എപ്പിഡമിക്സ് ആണ് വരുന്നത്. അത് വൈറൽ എപ്പിഡമിക്സും ബാക്ടീരിയ, പാരസൈറ്റ്, ഫംഗൽ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ബയോളജിക്കലായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്ററുകൾ വരുന്നത്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്ററുകളിൽ നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്പാണുള്ളത്. ഫിസിക്കൽ വരുന്നുണ്ട്, ഹൈഡ്രോളജിക്കൽ വരുന്നുണ്ട്, മെറ്ററോളജിക്കൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റോളജിക്കലും അതുപോലെ തന്നെ ബാക്ടീരിയോളജിക്കലാണ് വരുന്നത് നാച്ചുറൽ ഡിസാസ്റ്ററുകളിൽ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ പറയുന്നത്. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ദുരന്തങ്ങൾ, മനുഷ്യന് കൂടെ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരന്തങ്ങൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ, പ്രധാന കാരണങ്ങൾ റൈസ് ഇൻ പോപ്പുലേഷനിലാണ്. അപ്പോൾ ജനസംഖ്യാ വർധനവ്, റാപ്പിഡ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വിത്തിൻ ഹൈ റിസ്ക് സോണുകൾ കൂടുതലാകുമ്പോൾ ഡിസാസ്റ്ററുകളുണ്ടാവും, പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദുരന്തങ്ങൾ സംഭവിക്കാം. ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെയാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്ററിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഇപ്പം ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആക്സിഡൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ റോഡ്, റെയിൽ, എയർ, റിവർ, സീ, ബിൽഡിംഗ് കൊളാപ്സ്, അതുപോലെ തന്നെ ഫയർസ്, മൈൻ ഫ്ലഡിങ്, ഓയിൽ സ്പിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡിലെ ആക്സിഡൻറ്റുകളായിട്ട് വരുന്നത്. ഇനി മരണങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്ററിൽ എക്സ്പ്ലോഷൻസ്, പൊട്ടിത്തെറികളിൽ മരണങ്ങൾ സംഭവിക്കാം, ഭൂമികുലുക്കം, ടൈഫൂൺ, ഹുറിക്കെയിൻസ്, ഫയർ, ടൊർണാഡോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ മരണങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വരുന്നത് ലാൻഡ് സ്ലൈഡ്സിൽ വരുന്നുണ്ട്, അല്ലേ, ഫ്ലഡിൽ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ മരണങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്ററുകളിൽ. അപ്പം നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ കൂടെ തന്നെ പോകാനുള്ള നമുക്ക് പഠിച്ചു പോകാനുള്ളതാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്ററുകൾ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മളിനി വരുന്നത് അതിൻ്റെ മോർബിഡിറ്റി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ അതിൻ്റെ മോർബിഡിറ്റി എന്തൊക്കെ തരത്തിലാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് അടുത്തുള്ളത്. നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് അതിനകത്ത് ഇതൊക്കെ. ഇഞ്ചുറീസ് നോക്കും, അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെസ്സ് നോക്കും, എപ്പിഡമിക് ഓഫ് ഡിസീസ്, ഡിസീസിൻ്റെ എപ്പിഡമിയോളജി നോക്കും, പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഇൻഡിജീനിയസ് ഡിസീസ്, അവിടെ തന്നെ ആയിട്ടുള്ള അസുഖങ്ങൾ എത്രത്തോളം കൂടി വരുന്നുണ്ട് നോക്കിയാലാണ് നമുക്ക് ഈ മോർബിഡിറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ഇഞ്ചുറീസും അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെസ്സും അസുഖങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ മോർബിഡിറ്റി ക്ലാസിഫിക്കേഷൻ. ഈ 4 കാറ്റഗറിയിലാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ. ഇനി നമുക്ക് അടുത്ത് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ പഠിച്ചു. ഇനി മാൻ മെയ്ഡ് ഡിസാസ്റ്ററുകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. മാൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ തന്നെ, മനുഷ്യൻ കാരണമാകുന്ന ദുരന്തങ്ങൾ. സഡൻ ഡിസാസ്റ്റർ, ഫസ്റ്റിൽ വരുന്ന സഡൻ ഡിസാസ്റ്റർ. നമുക്കിപ്പോൾ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കുമല്ലേ, അതൊക്കെ ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ എന്താണ്ടായത്? അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മീഥൈൽ ഐസോസയനേറ്റ്, യൂണിയൻ കാർബൈഡ് പെസ്റ്റിസൈഡ് പ്ലാന്റിൽ നിന്ന് മീഥൈൽ
ഐസോസൈനേറ്റ് ലീക്ക് ആയതുപോലാണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഡിസംബർ 3-ാം തീയതി 1984 ഭോപ്പാലിൽ സംഭവിച്ചത്. അതൊരു സഡൻ ഡിസാസ്റ്ററാണ്, മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. അതിനകത്ത് ഡിസീസാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഡിസാസ്റ്ററാണ്, മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് കേട്ടോ. അതിനകത്ത് വരുന്ന സഡൻ ഡിസാസ്റ്ററിൽ നമുക്ക് ഒരു ഉദാഹരണം പറയാനുള്ളത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ്. ഇനി അടുത്തത് ഇൻസിഡിയസ് ഡിസാസ്റ്റർ പറയുമ്പോൾ, ഇൻസിഡിയസ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കെമിക്കലുകളുടെ എക്സ്പ്ലോഷൻസ് ആണ്. ഇൻസിഡിയസ് കെമിക്കൽ എക്സ്പോഷർ ആൻഡ് ഇൻസിഡിയസ് റേഡിയേഷൻ എക്സ്പോഷറുകൾ വരുന്നതാണ്. ന്യൂക്ലിയർ വെപ്പൺസുകളും അതിൻ്റെ പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ നിന്നുള്ള എക്സ്പോഷറുകളാണ് ഇൻസിഡിയസ് ഡിസാസ്റ്ററുകളായിട്ട് വരുന്നത്. ഇതും മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ വരുന്നതാണ്. റിസർച്ച് ലാബോറട്ടറികളിൽ നിന്നൊക്കെ വരുന്ന അത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻടു എയർ, നമ്മുടെ എയറിലേക്ക് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ ഈ ലാബോറട്ടറിയിൽ നിന്ന്, അതുപോലെ തന്നെ മണ്ണിലേക്കും അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്കും ഇതെല്ലാം മിക്സ് ആവുന്നുണ്ട്. അതും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് കെമിക്കൽ പ്ലാന്റുകളിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ബൈ പ്രോഡക്റ്റുകൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നുണ്ട്. അതും മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ വരുന്നതാണ്. അത് പിന്നെ അടുത്തത് കൂടെ തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതി പരത്തുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഗ്ലോബൽ വാർമിംഗ് അതും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ വരുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് വാർ ആൻഡ് സിവിൽ കോൺഫ്ലിക്ട്സ് ആണ്. യുദ്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ യുദ്ധങ്ങളിലാണ് നമുക്ക് എന്തുണ്ടാവുക. അപ്പം ഒരു ഉദാഹരണം അതിൽ കൊടുത്തിരിക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക്, ന്യൂയോർക്കിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിൽ അവിടെ അതൊരു ദുരന്തമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ സിവിൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി വന്നിരിക്കുന്ന ഒരു ദുരന്തമാണ്. അതും മാൻമെയ്ഡ് ഡിസാസ്റ്ററിനകത്ത് വരുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസാസ്റ്ററുകൾ നമുക്ക് 2 ടൈപ്പ് പഠിച്ചു. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററുകളും പിന്നെ അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളും. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തിക്കനുസരിച്ച്, അതിൻ്റെ ഭീകരതയ്ക്കനുസരിച്ച് അതിനെങ്ങനെയാണ് ഇത് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്, അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ആസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, ഓർഗനൈസേഷൻ ഓപ്പറേഷൻ സ്കിൽസ് ആൻഡ് കപ്പാസിറ്റീസ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ്, സ്ട്രാറ്റജീസ് ആൻഡ് കോപ്പിംഗ് കപ്പാസിറ്റീസ് ഓഫ് society and communities to less the impact of natural hazard and related environmental and technological disaster. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. നമുക്ക് ഒരു വ്യക്തിക്കും തനിയെ പോയിട്ട് അത് മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഉണ്ടായിരിക്കണം. അത് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നിട്ടാണ്. നമ്മളിപ്പം ഓരോ ദുരന്തത്തിൻ്റെയും വാർത്തകൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലേ, പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ, ഈവൻ മിലിറ്ററി, അതേപോലെ തന്നെ നേവി, എയർഫോഴ്സ്, ഈ ഫയർഫോഴ്സ്, പോലീസ്, നമ്മൾ പോലത്തെ ഹെൽത്ത് സെക്ടർ, ഇത്തരത്തിലുള്ള പിന്നെ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഒരു ദുരന്തത്തെ നിവാരണം ചെയ്യുന്നത്, അത് മാനേജ് ചെയ്യുന്നത്, അത് ആളുകളെ റിക്കവറി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ. അത് കൃത്യമായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ സ്കില്ല്, ആ കപ്പാസിറ്റിയുള്ള ആളുകൾ മാത്രം ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ സിവിലിയൻസിനെ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു നല്ലൊരു ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ഒരു കൃത്യമായിട്ട് ഒരു പോളിസി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിന് നമ്മൾ പറയുന്നത് ഡിസാസ്റ്റർ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നത് കൂടെ, ഈ നോട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ചു പോകണം. പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നോട്ടുകൾ തയ്യാറാക്കുന്നത്. എല്ലാ നോട്ടുകളും പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. കൂടെ പറയുന്നത് എന്തെങ്കിലും പോയിന്റുകൾ വിട്ടു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഡിസാസ്റ്റർ സൈക്കിളിൽ വരുന്നത്? ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡിസാസ്റ്റർ സൈക്കിൾ എന്ന് കൂടെ പറയും. അതിൽ ആദ്യം വരുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ്.
പിന്നെ വരുന്നത് അടുത്ത പോയിന്റ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് വരും. അടുത്ത് വരുന്നത് മൂന്നാമത്തെ പോയിന്റ് വരുന്നത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഈ മൂന്ന് ഈ മൂന്ന് ആസ്പെക്ട്സ് ചേർന്നിട്ട് നമ്മൾ പറയുന്നതാണ് ഡിസാസ്റ്റർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ അവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സൈക്കിളിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ആസ്പെക്ട്സിനും ഓരോ പോയിന്റിനകത്തും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി പോവാം. ഫസ്റ്റ് വരുന്നത് നമ്മളിപ്പം പഠിച്ചല്ലേ ഡിസാസ്റ്റർ റെസ്പോൺസ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ the management of mass casualties can be further divided into search and rescue, first aid, triage and stabilization of victims, hospital treatment and redistribution of patients to the other hospital if necessary. അപ്പോൾ നമ്മൾ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് ഫസ്റ്റ് റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ്? നമ്മളവിടെ എങ്ങനെയും ഒരു ദുരന്തം സംഭവിച്ചാൽ അവിടെ മാസമായിട്ടുള്ള കാഷ്വാലിറ്റി ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അത് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? നമ്മളിപ്പം ഓരോ അവിടെ സെർച്ച് ചെയ്യുമ്പോഴും റെസ്ക്യൂ പ്രവർത്തനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ട്രയാജ് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ ആളുകളുടെ സ്റ്റെബിലൈസേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും? അത് അവർ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ആ വിക്ടിംസിനെ നമുക്ക് അവരുടെ ആ കാഷ്വാലിറ്റിയുടെ സിവിയറിറ്റി അനുസരിച്ച് അവരെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ചികിത്സ കൊടുക്കേണ്ടവർക്ക് അത്രയും അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ വരുന്നത്. നമ്മൾ ഏറ്റവും ഒരു വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി വരുമ്പോൾ നമ്മൾ അവരെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം കൂടുതൽ പരിക്ക് പറ്റിയവർക്ക് കൂടുതൽ കെയറിങ് കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ് വരുന്നത്? അതിനകത്ത് വരുന്നത് തന്നെയാണ് ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ വരുന്നുണ്ട് സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ സെർച്ച് പറഞ്ഞാലേ അറിയാമല്ലേ, ഇപ്പോൾ ഒരു ദുരന്തം നടന്നിടത്ത് അവിടെ നമ്മൾ തിരച്ചിൽ നടത്തും, രക്ഷാപ്രവർത്തനം നടക്കും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കും, പ്രാഥമിക ശുശ്രൂഷ കൊടുക്കും. അതിലെന്തൊക്കെയാണ് വരുന്നത്? ആഫ്റ്റർ എ മേജർ ഡിസാസ്റ്റർ ദി നീഡ് ഫോർ സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ലൈക്ലി ടു ബി സോ ഗ്രേറ്റ് ദാറ്റ് organized relief service will be able to meet only a small fraction of the demand. Most immediate help come from the injured survivors. എന്താണ് പറയുന്നത്? സെർച്ചും റെസ്ക്യൂ ഫസ്റ്റ് എയ്ഡിൽ പറയുന്നത്, നമ്മൾ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു സെർച്ചിങ് നടത്തും. നമ്മൾ അവിടെ ആരെങ്കിലും അകപ്പെട്ടിരിക്കുന്നുണ്ടോ, പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ അവരെ അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അവരെ പെട്ടെന്ന്, ഇപ്പം ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട വ്യക്തികളാണെങ്കിൽ അവരെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ് റെസ്ക്യൂ, സെർച്ച്, ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഫീൽഡ് കെയർ ഉണ്ട്. അടുത്ത പോയിൻ്റാണ് ഫീൽഡ് കെയർ. ഓക്കെ, ഫീൽഡ് കെയറിനകത്ത് എന്താ വരുന്നത്? മോസ്റ്റ് ഇഞ്ചുർഡ് പേഴ്സൺ കൺവേർജ് സ്പോണ്ടേനിയസ്ലി ടു ഹെൽത്ത് ഫെസിലിറ്റീസ് യൂസിങ് വാട്ട് എവർ ട്രാൻസ്പോർട്ട് ഈസ് അവൈലബിൾ റിഗാർഡ്ലെസ് ഓഫ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റിംഗ് സ്റ്റാറ്റസ്. നല്ല കൂടുതലായിട്ട് പരിക്ക് പറ്റിയവരെ നമ്മൾ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കും. മോസ്റ്റ് ഇഞ്ചുറീസ് പേഴ്സൺ കൺവേജ് സ്പോണ്ടേനിയസ്ലി ടു ഹെൽത്ത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ആ മെഡിക്കൽ കെയർ കൊടുക്കും. പിന്നെ അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടേക്ക്? ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ആണ് ഫീൽഡ് കെയറിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. പ്രൊവൈഡിങ് പ്രോപ്പർ കെയർ ടു കാഷ്വാലിറ്റീസ് റിക്വയർ ദാറ്റ് ദി ഹെൽത്ത് സർവീസ് റിസോഴ്സ് ബി റീഡയറക്റ്റഡ് ദിസ് ന്യൂ പ്രയോറിറ്റി. ബെഡ് അവൈലബിലിറ്റി ആൻഡ് സർജിക്കൽ സർവീസ് ഷുഡ് ബി മാക്സിമൈസ്ഡ്. നമ്മളിപ്പം ഈ ഫീൽഡ് കെയറിൽ തന്നെ നമുക്ക് പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയവർക്കാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു ദുരന്ത സ്ഥലത്ത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ആശുപത്രികളിൽ കൂടുതലായിട്ടുള്ള
ബെഡ് അവൈലബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ പരിചരിക്കാനുള്ള ഇപ്പോൾ സർജിക്കൽ സർവീസും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൂടുതലായിട്ട് കാണും. എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, എത്രത്തോളം പേരാണ് ഇത്ര ഒരു സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ആശുപത്രികളിലും അതുപോലെ തന്നെ ക്ലിനിക്കുകളിലും ടെമ്പററി ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ വരെ കൂടുതൽ ബെഡുകളും മറ്റു അനുബന്ധ സാമഗ്രികളെല്ലാം കൂടുതലായിട്ട് കരുതും. അതാണ് ഫീൽഡ് കെയറിൽ വരുന്നത്. ഇനി അതിൻ്റെ വരുന്ന പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളും ഇതെല്ലാം അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കും. എ സെൻറ്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് റെസ്പോണ്ട് ടു ഇൻക്വയർ ഫ്രം പേഷ്യൻസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. പ്രയോറിറ്റി ഷുഡ് ബി ഗീവൺ ടു വിക്ടിംസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അഡ്വക്കേറ്റ് മോർച്ചറി സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഒരു പ്രത്യേകം സെൻറ്ററുകളുണ്ടാവും, ഒരു ദുരന്ത സ്ഥലത്ത് ഒരു പ്രത്യേകം സെൻറ്ററുകളുണ്ടാവും. അവിടെ നമുക്കിപ്പം ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവരിപ്പം ഈ ദുരന്ത ബാധിതരെ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അന്വേഷിച്ച് വരാൻ അവർക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്ററുകളുണ്ടാവും. അതേപോലെ തന്നെ ഈ വിക്ടിംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അതേപോലെ തന്നെ മോർച്ചറി സ്പേസും കൂടെ ഉണ്ടാവും. അതായത് ഈ മരണപ്പെട്ടവരെ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ, ആരാണ് എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മോർച്ചറി സ്പേസും കൂടെ നമുക്ക് ഈ ദുരന്ത അനുബന്ധിച്ച സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് വരുന്നതാണ് ട്രയാജ് എന്ന് വരുന്നുണ്ട്. ട്രയാജ് പോയിന്റിൽ എന്താ വരുന്നത്? when the quantity and severity of injuries, or when the operative capacity of health facilities, a different approach to medical treatment must be adopted. ഈ അത് പറഞ്ഞു വരുന്നാൽ എന്താണെങ്കിൽ നമുക്കിപ്പം ഇതിൻ്റെ സിവിയറിറ്റി, ഇപ്പോൾ ഒരു ദുരന്തത്തിൽ അപകടത്തിൻ്റെ സിവിയറിറ്റിയും അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ആ ഇഞ്ചുറിയുടെ ആ മുറിവിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ എങ്ങനെയാണത് ഒരു പ്രിൻസിപ്പൾ ഉണ്ടോ, ഫസ്റ്റ് ട്രീറ്റഡ് എന്ന് പറയില്ല. ആദ്യം വരുന്നവർക്ക് ആദ്യം ചികിത്സ എന്നുള്ളൊരു ഒരു പ്രിൻസിപ്പൾസാണ് സാധാരണ നിലയിൽ ഹെൽത്ത് ഹോസ്പിറ്റലുകളിലും മറ്റും ഉണ്ടാവുക. പക്ഷേ ഒരു ദുരന്ത സമയത്ത് ആ ഒരു പ്രിൻസിപ്പിൾസ് നടക്കില്ല. കാരണം ആദ്യം വന്നവർക്ക് ആദ്യം ട്രീറ്റഡ് അങ്ങനെയല്ല നമ്മൾ ഒരു ദുരന്ത സമയത്ത് ഉണ്ടാവുക. ആ ട്രയാജ് പറയുന്നത് എന്താണെങ്കിൽ ട്രയാജ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ് ക്ലാസിഫൈ ദി ഇൻഷുർഡ് ഓൺ ദി ബേസിസ് ഓഫ് സിവിയറിറ്റി ഓഫ് ദെയർ ഇഞ്ചുറീസ് ആൻഡ് ദി ലൈക്ലിഹുഡ് ദെയർ സർവൈവൽ വിത്ത് പ്രോംപ്റ്റ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ, ട്രയാജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫസ്റ്റ് ട്രീറ്റഡ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഈ ദുരന്ത സമയത്ത് ഒരു ഡിസാസ്റ്റർ സമയത്ത് ഇങ്ങനെയൊരു പ്രിൻസിപ്പിൾസ് നടക്കില്ല. അതൊരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ക്ലാസിഫൈ ചെയ്യുകയാണത്. ഏറ്റവും കൂടുതലായിട്ട് പരിക്ക് പറ്റിയവർക്കാണ് ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയാജ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് if must be adopted locally available skills, higher priority is granted to victim who immediate or long term prognosis can be dramatically affected by simple intensive care. അല്ലേ, അത് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സിവിയറായിട്ടുള്ള ഇഞ്ചേർഡ് ആയവർക്കാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. പിന്നെ എന്താ പറയുന്നത്, മോറിബൈഡ് പേഷ്യൻസ് ഹൂ റിക്വയർഡ് ദി ഗ്രേറ്റ് ഡീൽ ഓഫ് അറ്റൻഷൻ. ഏറ്റവും ഇപ്പം ഈ മരണത്തോട് മല്ലടിക്കുക എന്നുള്ള പറഞ്ഞൊരു അവസ്ഥകളില്ലേ, അത്തരത്തിലുള്ള പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ടത്. വിത്ത് ക്വസ്റ്റനബിൾ ബെനിഫിറ്റ് ഹാവ് ദി ലോവസ്റ്റ് പ്രയോറിറ്റി. Triage is only approach that can provide maximum benefit to the greatest number of insured as the major disaster situation. ഇപ്പം ഈ ട്രയാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണല്ലോ, ഏറ്റവും ഭീകരമായിട്ട് മുറിവ് പറ്റിയവരേക്കും പരിക്ക് പറ്റിയവരെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അവർക്കാണ് ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തര സഹായങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും ഈ ഏറ്റവും സിവിയറായിട്ട് ഇഞ്ചുറി ആയിട്ടുള്ള ആളുകൾക്കാണ്. അതുപോലെ തന്നെ മരണത്തോട് മല്ലടിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതാണ് ട്രയാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് നമുക്ക് ഈ ട്രയാജിനകത്ത് തന്നെ നമ്മളൊരു കളർ കോഡിംഗ് ഉണ്ട്. അപ്പം ആ കളർ കോഡിങ്ങിനകത്ത് ഇപ്പോൾ ട്രയാജിൻ്റെ കളർ കോഡിങ് എങ്ങനെയാണ് വന്നത്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഡ് കാറ്റഗറിയിൽ വരുന്നത് ഹൈ പ്രയോറിറ്റിയാണ് വരുന്നത്. ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഉടനെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് ഹയർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ള വിക്ടിംസിനെയാണ് നമ്മൾ റെഡ് കാറ്റഗറിയിൽ, ട്രയാജിൻ്റെ റെഡ് കാറ്റഗറിയിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ബൈ പോയ്സണിങ്. ഇപ്പം ഈ പോയ്സൺ അടിച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തവരൊക്കെ റെഡ് ഹൈ പ്രയോറിറ്റിയാണ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഹൈ പ്രയോറിറ്റി എന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹാങ്ങിങ് ഓർ സെൽഫ് ഇൻഫ്ലക്റ്റഡ് ട്രോമ, ഈ ഹാങ്ങിങ് എന്നൊക്കെ നമ്മൾ റിക്കവറി ചെയ്ത് കൊണ്ടുവരുന്നവർക്കൊക്കെ അടിയന്തരമായിട്ടുള്ള പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ചികിത്സ കൊടുക്കേണ്ടതാണ്. അവരൊക്കെ നമ്മൾ ക്ലാസ് വെച്ചിരിക്കുന്നത് ഈ റെഡ് എന്നുള്ള ഒരു കളർ കോഡിങ്ങിലാണ് അവരെ ഹൈ പ്രയോറിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു കളർ കോഡിംഗ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോ കോഡിങ്ങിൽ എന്താണ്, മീഡിയം പ്രയോറിറ്റിയാണ്. ഈ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഇതാ പറയുന്നത് പേഷ്യൻ്റ് ഈസ് സ്റ്റേബിൾ അറ്റ് ദി മൊമെൻറ്റ് ആൻഡ് ഈസ് നോട്ട് ഇൻ എനി ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ബട്ട് വിൽ റിക്വയർഡ് ഒബ്സർവേഷൻ. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണ്ടെങ്കിലും ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. ഓക്കെ, ഒരു മീഡിയം പ്രയോറിറ്റിയാണ് യെല്ലോ കാറ്റഗറിയിലുള്ളവർക്ക് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രീൻ ആണ്. ഗ്രീനിന് എന്താണ് വരുന്നത്, ആംബുലേറ്ററി പേഷ്യൻസ് ആണ് വരുന്നത്. ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഗ്രീനിൽ വരുന്നത് പേഷ്യൻ്റ് ഹൂ വിൽ റിക്വയർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി സെയിം പോയിൻറ്റ്. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർക്ക് എവിടെ നിന്നാണോ അവർക്ക് പരിക്ക് പറ്റിയത് അവിടെ വെച്ച് തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ ട്രയാജിൽ ഗ്രീൻ കളർ കോഡിങ്ങിൽ വരുന്നത്. വൺസ് മോർ ക്രിട്ടിക്കൽ ഇഞ്ചുറീസ് ഹാവ് ബീൻ ട്രീറ്റ്മെൻറ്റ്. അവർക്ക് തന്നെ ഇപ്പം എന്താ നമ്മൾ ആദ്യം പറഞ്ഞത് ആ സെയിം പോയിന്റ്, അവർക്ക് എവിടെ വെച്ചിട്ടാണോ അവർക്ക് പരിക്ക് പറ്റിയത് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അത്തരത്തിലുള്ള പേഷ്യൻസിനാണ് ഗ്രീൻ ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കോഡിങ്ങിൽ വരുന്നത് ഡെഡ് ഓർ മൊറിബഡ് പേഷ്യൻസാണ്. മരിച്ചവരും അതിനകത്ത് വരുന്നു. അതുപോലെ തന്നെ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്നവരും ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കളർ കോഡിങ്ങിലാണ് വരുന്നത്. ഫോർ ദോസ് ഹാവ് ഓൾറെഡി ഡിസീസ്ഡ്, മരണപ്പെട്ടതോ, ഓർ ഫോർ പേഷ്യൻ്റ് ഹൂ ഇഞ്ചുറീസ് ആർ സോ എക്സ്റ്റെൻസീവ് ദാറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്, ജീവൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള, ഗീവ് ദി ലെവൽ ഓഫ് കെയർ അവൈലബിൾ. അവർക്ക് ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മല്ലടിക്കുന്നവരെയും ഈ ബ്ലാക്ക് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് ഈ 4 കാറ്റഗറിയിൽ, ട്രയാജിൻ്റെ 4 കാറ്റഗറിയിൽ റെഡ് ഹൈ പ്രയോറിറ്റിയാണ്. ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനുള്ള വരുന്നതാണ്. യെല്ലോ പറയുമ്പോൾ മീഡിയം പ്രയോറിറ്റിയും, ഗ്രീൻ വരുമ്പം ആംബുലേറ്ററി പേഷ്യൻറ്റും, അതേപോലെ തന്നെ അവസാനമായിട്ട് വരുന്ന ബ്ലാക്ക് വരുന്നത് ഡെഡ് ഓർ മെറിബിഡ്, മരിച്ചതോ അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്നവരായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് എന്ന കാറ്റഗറിയിൽ ആ കളർ കോഡിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ടാഗിങ് എന്താണെന്ന് കൂടെ പഠിക്കാം. ടാഗിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടാഗിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ പേഷ്യൻസ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ ടാഗ് സ്റ്റേറ്റിംഗ് ദെയർ നെയിം, ഏജ്, പ്ലേസ് ഓഫ് ഒറിജിൻ, ട്രയാജ് കാറ്റഗറി, ഡയഗ്നോസിസ് ആൻഡ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഇതാണ് ടാഗിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗുകളാണ് ടാഗിങ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ദേഹത്ത് ഇപ്പോൾ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ടാഗ് കിട്ടും. അതിനകത്ത് ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങളാണ് അവരുടെ പേരുണ്ടാവും, വയസ്സ്, സ്ഥലം, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഇയാൾ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ ട്രയാജ് കാറ്റഗറി. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് ട്രയാജ് കാറ്റഗറി. ഏത് കളർ കോഡിങ്ങിലാണ് വരുന്നത്, റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. ഈ കാറ്റഗറിയിലത്തെ ഏത് കാറ്റഗറിയിലാണ് ഈ പേഷ്യൻ്റ് ഈ വ്യക്തി ഉള്ളത് അതിനകത്ത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കണം. അതുപോലെ തന്നെ ഡയഗ്നോസിസ് ഉണ്ടായിരിക്കണം, ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ടാഗിങ്ങിനകത്ത് വരുന്നത്. അപ്പോൾ ടാഗിങ് എന്താണെന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ആളെ ഈ ടാഗിങ് നോക്കിയിട്ടാണ് നമ്മൾ ആളുടെ ആ ട്രയാജ് കാറ്റഗറിയിൽ ആ ടാഗിങ് നോക്കിയിട്ടാണ് ആൾക്ക് വേറെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇപ്പം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെഡ് അല്ലേ. അപ്പം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ
നമുക്ക് അതിൽ ഇപ്പോൾ മരണങ്ങളുണ്ടാവും. അപ്പം മരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൽ വരുന്ന പോയിന്റുകളാണ് പറയുന്നത്. ഇപ്പം ഒരു മരണം എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത് കാര്യങ്ങളാണ് വരുന്നത്. ടേക്കിംഗ് കെയർ ഓഫ് ഡെഡ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഒരു മൃതശരീരത്തോട് വളരെ ശ്രദ്ധിച്ച് വേണം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഈ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതശരീരത്തെ വളരെ ശ്രദ്ധിച്ച് വേണം അത് മാനേജ്മെൻറ്റ് ചെയ്യാൻ. എ ലാർജ് നമ്പർ ഓഫ് ഡെഡ് ക്യാൻ ആൾസോ ഇംപെഡ് ദി എഫിഷ്യൻസി ഓഫ് ദി റെസ്ക്യൂ ആക്ടിവിറ്റീസ്. ഒരുപാട് ഇപ്പം ഒരു ദുരന്തം ഉണ്ടായാലും ഒരുപാട് മരണങ്ങൾ, ചിലത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാവുന്ന അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില ദുരന്തങ്ങൾ ഒരുപാട് മരണങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇത്തരം ഈ ഇപ്പോൾ മരണങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അറ്റ് ദി സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ കെയർ ഓഫ് ഡെത്ത് ഇൻക്ലൂഡ്സ്, അതിൽ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്. റിമൂവൽ ഓഫ് ഡെഡ് ഫ്രം ഡിസാസ്റ്റർ സീൻ. നമ്മൾ ആ സീനിൽ നിന്ന് ഇപ്പോൾ റെസ്ക്യൂ പ്രവർത്തനം നടക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി കിട്ടുകയാണെങ്കിൽ ആ ബോഡി ഉടനെ തന്നെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ മാറ്റും. ആ സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡി ഉടനെ മാറ്റും. പിന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം അതൊക്കെ പിന്നെ ആ ഉടനെ തന്നെ നമ്മൾ ഈ ഡിസാസ്റ്റർ സ്ഥലത്ത് നിന്ന് ആ ഡെഡ് ബോഡി മാറ്റുകയാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് വേണ്ടത്. ഷിഫ്റ്റ് ഇൻ ടു ദി മോർച്ചറി, അവരെ മോർച്ചറിയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാലാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്തറിയുന്നവരാരെങ്കിലോ അടുത്ത ബന്ധുക്കളെ വന്നിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും, ഇന്ന ആളാണ്. അന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് റിസപ്ഷൻ ഓഫ് ബിറേവ്ഡ് റിലേറ്റീവ്സ്. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താലാണ് ആ ശരീരം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പം ഒരു ഡെഡ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഡെഡ് ബോഡി ആ സ്ഥലത്ത് നിന്ന് മാറ്റും, അത് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റിങ് ചെയ്യും. അതിന് ശേഷമാണ് അവിടെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക. കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കാം. ഓക്കെ. പ്രോപ്പർ റെസ്പെക്റ്റ് ഓഫ് ദി ഡെഡ് ഈസ് ദി ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അവർ അതിന് വളരെ റെസ്പെക്റ്റായിട്ട് വേണം അത് ചെയ്യാൻ. കാരണം ആ ഒരു ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് വരെ വളരെ കെയർഫുള്ളായിട്ടാണ് ഓരോ ഡെഡ് ബോഡിയും മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, ദി ഹെൽത്ത് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് ദി കൺവേർട്സ് ആർ മിനിമൽ ഇഫ് ഡെത്ത് റിസൾട്ട് ഇൻ ട്രോമ ആൻഡ് കോപ്സ് ആർ ക്വിറ്റ് അൺലൈക്ലി ടു കോസ് ദി ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് സച്ച് ആസ് ടൈഫോയിഡ് ഫീവർ, കോളറ ഓർ പ്ലാഗ്. നമുക്ക് ഹെൽത്ത് ഹസാർഡുകൾ ഉണ്ടാവാൻ ഉള്ളതാണ് പറഞ്ഞത്. ടൈഫോയിഡ് ഫീവറും അതുപോലെ തന്നെ കോളറയും പ്ലാഗൊക്കെ വരുന്ന ഇത്തരം സമയങ്ങളുണ്ടാവുന്ന ഡെത്തുകൾ, അത് വളരെ കെയർഫുള്ളായിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു ഉള്ളൊരു പോയിന്റ് പഠിക്കാനുള്ളത്, ഇഫ് ഹ്യൂമൻ ബോഡീസ് കണ്ടാമിനേറ്റഡ് സ്ട്രീംസ്, വെൽസ് ഓർ അതർ വാട്ടർ സോഴ്സസ് ഇൻ ഫ്ലഡ്. നമുക്ക് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമൻ ബോഡികൾ, നമ്മുടെ വാട്ടർ സോഴ്സുകളെല്ലാം കണ്ടാമിനേഷൻ ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഈ കിണറുകൾ, അതുപോലെ തന്നെ കുളങ്ങൾ, സ്ട്രീം, അരുവികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വെള്ളപ്പൊക്ക സമയത്ത് കണ്ടാമിനേഷൻ ആവും. ഡെഡ് ബോഡി വഴി കണ്ടാമിനേഷൻ ആവാൻ സാധ്യതയുണ്ട്. ദേ മേ ട്രാൻസ്മിറ്റ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ് ഓർ ഫുഡ് പോയ്സണിങ് ടു സർവൈവേഴ്സ്. ഈ റിസ്ക് പ്രവർത്തനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഇത് സംരക്ഷിക്കാൻ പോകുന്നവർക്ക്, ഈ പ്രവർത്തനത്തിൽ ഇടപെടുന്നവർക്ക് ഈ 2 അസുഖങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതാണ്. ഫ്ലഡ് ടൈമിൽ ഏത് അസുഖമാണ് ട്രാൻസ്മിറ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സും അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് ആണ് മെയിനായിട്ട് പടർന്ന് പിടിക്കാൻ സാധ്യതയുള്ള 2 അസുഖങ്ങൾ. ഫ്ലഡ് ടൈമിൽ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സും അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ്ങും. ദി ഡെഡ് ബോഡീസ് റെപ്രസെൻറ്റ് എ ഡെലിക്കേറ്റ് സോഷ്യൽ പ്രോബ്ലം. അപ്പം ഡെഡ് ബോഡി, ഇപ്പം ഒരു ഫ്ലഡ് ടൈമിൽ ഈ ഡെഡ് ബോഡീസ് നമ്മുടെ വാട്ടർ സോഴ്സുകൾ കണ്ടാമിനേഷൻ ഉണ്ടാക്കും. അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഫ്ലഡ് ടൈമിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സും അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ്ങും. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് റിലീഫ് ഫേസാണ്. അപ്പം എന്തൊക്കെയാണ് റിലീഫ് ഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്? ദി phase began when assistance from outside start to reach the disaster area. നമ്മൾ അതിൻ്റെ റിലീഫ് ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് അസിസ്റ്റൻസ് വേണം? നമുക്ക് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ മാത്രം അത് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതൊരു സക്സസ്ഫുൾ ആവാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് വേണ്ടി വരും. ഓക്കെ. ദി ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് supplies are usually determined by 2 main factors.
രണ്ട് ഫാക്ടറുകളാണ് നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ റിലീഫിന് വേണ്ടത്, ഈ റിലീഫ് ഫേസിനകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. സിൻസ് ദ ഡിസ്റ്റിങ്ക്ട് ഈവൻ ഹാവ് ഡിഫറെൻറ്റ് എഫക്റ്റ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് രണ്ടാമത്തെ പോയിന്റ് ദ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈസ് അവൈലബിൾ ലോക്കലി. അപ്പം ഈ ഡിസാസ്റ്ററുടെ ഇപ്പോൾ റിലീഫ് ഫേസിൽ വരുന്ന നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ആ ഒരു പ്രവർത്തനങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്തൊക്കെ നമുക്ക് രണ്ട് ഫാക്ടറുകളാണ് ഉള്ളത്. ഒന്ന്, ആ ഡിസാസ്റ്ററിൻ്റെ സ്വഭാവം, എന്ത് തരത്തിലുള്ള ഡിസാസ്റ്ററാണ് സംഭവിച്ചിരിക്കുന്നത്, അത് എത്രത്തോളം പേർക്കാണ് അത് എഫക്റ്റ് ആയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ദ ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ അവൈലബിൾ ലോക്കലി. നമുക്ക് അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതിൻ്റെ ടൈപ്പും എത്രത്തോളം വേണം, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. റിലീഫ് ഫേസിൽ വരുന്നതാണ്. അപ്പം എന്ത് തരത്തിലുള്ള ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ വീടുകളെല്ലാം പൂർണ്ണമായിട്ട് നശിക്കും, അവരുടെ വസ്ത്രവും ആഹാരവും എല്ലാം നശിപ്പിക്കപ്പെടും. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ്, എന്തൊക്കെ കേടുപാടുകളാണ്, എന്തൊക്കെ തരത്തിലുള്ള റിലീഫാണ് അവർക്ക് ആവശ്യമുള്ളത്, അത് എത്രത്തോളം പേർക്കാണ് വേണ്ടത്, അതിനകത്ത് എന്തൊക്കെയാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് റിലീഫ് ഫേസിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവരെ സഹായിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കാനും കഴിയുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് എന്താ, ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് എ ഡിസാസ്റ്റർ ദി മോസ്റ്റ് ക്രിട്ടിക്കൽ ഹെൽത്ത് സപ്ലൈസ് ആർ ദോസ് നീഡഡ് ഫോർ ട്രീറ്റിംഗ് കാഷ്വാലിറ്റീസ് ആൻഡ് പ്രിവെൻറ്റിംഗ് ദി സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. തന്നെ റിലീഫ് ഫേസിൽ വരുന്നതാണ്. ഒരു ദുരന്തമുണ്ടായാൽ അവർക്ക് വേണ്ട ഹെൽത്ത് സപ്ലൈസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ കാഷ്വാലിറ്റീസിന് ഇപ്പം അപകടങ്ങൾ ഉണ്ടായാൽ, മുറിവുകളുണ്ടായാൽ അവരെയൊക്കെ നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. നമ്മൾ താൽക്കാലികമായിട്ടുള്ള ക്യാമ്പുകളും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഷിഫ്റ്റിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഹെൽത്ത് സപ്ലൈസ് ആർ ദോസ് നീഡഡ് ഫോർ ട്രീറ്റിംഗ് കാഷ്വാലിറ്റീസ് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മരുന്നുകൾ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് പിന്നെ തന്നെയുമല്ല, നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഈ റിലീഫ് ഫേസിനകത്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ഫോളോയിങ് ദി ഇനീഷ്യൽ എമർജൻസി ഫേസ് നീഡഡ് സപ്ലൈസ് വിൽ ഇൻക്ലൂഡ് ഫുഡ്, ബ്ലാങ്കറ്റ്സ്, ക്ലോത്തിങ്സ്, ഷെൽട്ടർ, സാനിറ്ററി, എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് കൺസ്ട്രക്ഷണൽ മെറ്റീരിയൽ. അല്ലേ, അപ്പോൾ ഒരു അപകടം നടന്നാൽ ഒരു എമർജൻസി ഫേസിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? അവർക്ക് ഭക്ഷണം വേണം, അതേപോലെ തന്നെ വസ്ത്രം വേണം, അതേപോലെ തന്നെ ഇനി വേണ്ടിയിട്ടില്ല, അവർക്ക് ഷെൽട്ടറുകൾ വേണം, അവർക്ക് താമസിക്കാനുള്ള, ഉറങ്ങാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ്സ്, അവർക്ക് ശുചിമുറികൾ, കൃത്യമായിട്ടുള്ള വൃത്തിയുള്ള ശുചിമുറികളും അത്തരം കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അവർക്ക് പുനരധിവാസനത്തിന് വേണ്ടിയിട്ടുള്ള, താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പുനരധിവാസനത്തിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതും റിലീഫ് ഫേസിനകത്ത് വരുന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, എ റാപ്പിഡ് ഡാമേജ് അസസ്മെൻറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ നീഡ്സ് ആൻഡ് റിസോഴ്സസ്. ഒരു അസസ്മെൻറ്റ് നടത്തിയാലാണെങ്കിൽ, പെട്ടെന്നുള്ള ഒരു അസസ്മെൻറ്റ് നടത്തിയാലാണ് നമുക്ക് എത്രത്തോളം പേർക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ക്യാമ്പുകളിലേക്കാവും നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുക. അന്ന് റിക്കവറി എടുത്തവർ, പരിക്ക് പറ്റിയവരുണ്ടാവും, ഒരു ഹോസ്പിറ്റലിലുണ്ടാവും, അതേപോലെ തന്നെ നിരവധി പ്രോബ്ലമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെല്ലാം നമ്മൾ ഓരോ ക്യാമ്പുകളിലോ, താൽക്കാലികമായിട്ടുള്ള ക്യാമ്പുകളിലോ, മെഡിക്കൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ പുനരധിവാസ ക്യാമ്പുകളിലൊക്കെ നമ്മൾ പാർപ്പിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ ഒരു റിലീഫ് ഫേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസാസ്റ്റർ മാനേജർ മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു റിസീവ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡൊണേഷൻസ്. ദർ ആർ 4 പ്രിൻസിപ്പൽ കമ്പോണൻസ് മാനേജിങ് ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ്. നമുക്ക് അതിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? അക്വസിഷൻ ഓഫ് സപ്ലൈസ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആവശ്യമുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ്, നമുക്ക് ഈ സപ്ലൈസ് വരുന്നതെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനുള്ള
സ്ഥലങ്ങൾ വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരിലേക്കും അത് എത്തിക്കാനുള്ള കാര്യങ്ങളും കൂടെ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റിലീഫ് ഫേസിൽ. റിലീഫ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ദുരന്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പെട്ടെന്ന് തന്നെ ഒരു വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അവരെ മാനസികമായിട്ടുള്ള ആഘാതവും ശാരീരികമായിട്ടുള്ള ആഘാതങ്ങളെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മാറ്റുകയാണ്. അപ്പോൾ അവർക്ക് റിലീഫ് കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. ആ ഡിസാസ്റ്റർ മാനേജറാണ് അത് ചെയ്യേണ്ടത്. അല്ലേ, ദ റാപ്പിഡ് ഡാമേജ് അസസ്മെൻറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് എന്നാണ് പറയുന്നത്, ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദി നീഡ്സ് ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, എപ്പിഡെമിയോളജിക്കൽ സർവൈലൻസ് ആൻഡ് ഡിസീസ് കൺട്രോൾ. ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ. എപ്പിഡെമിയോളജിക്കൽ സർവൈലൻസ് ആൻഡ് ഡിസീസ് കൺട്രോൾ, അസുഖങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സർവൈലൻസ് നടത്തണം, ഡിസീസ് കൺട്രോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും നടത്തണം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഡിസീസ് ക്യാൻ ഇൻക്രീസ് ദ ട്രാൻസ്മിഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ത്രൂ ഫോളോയിങ് മെക്കാനിസം. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവും. അതിന് കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവിടെ നടത്തിയേ പറ്റൂ. അതിൽ വരുന്നത് എന്തൊക്കെയാണ് അതിന് കാരണങ്ങളാവുന്നത്, അതിന് ആ ഒരു മെക്കാനിസം എന്തൊക്കെയാണ്. ഓവർ ക്രൗഡിങ് ആൻഡ് പുവർ സാനിറ്റേഷൻ ഇൻ ടെമ്പററി റീസെറ്റിൽമെൻറ്റ്സ്. ഒരുപാട് ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള നമ്മൾ പറഞ്ഞല്ലേ, ഒരു ദുരന്തം കഴിഞ്ഞാൽ അവരൊക്കെ ടെമ്പററി ആയിട്ടുള്ള സെറ്റിൽമെൻറ്റുകളിലാണ് നമ്മളവരെ പാർപ്പിക്കുക. അപ്പോൾ അവിടെ ഓവർ ക്രൗഡിങ് ആകുമ്പോഴും അവിടെ ശുചിത്വം മോശമാകുമ്പോഴും അവിടെ അസുഖങ്ങൾ വരാം, പകർച്ചവ്യാധികൾ വന്നു വരാം. ദിസ് അക്കൗണ്ട്സ് ഇൻ പാർട്ട് ഫോർ ദി റിപ്പോർട്ടഡ് ഇൻക്രീസ് ഇൻ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എക്സ്ട്രാ ഫോളോയിങ് ദി ഡിസാസ്റ്റർ. ഒരു ഇത്തരത്തിലുള്ള ഈ റീസെറ്റിൽമെൻറ്റ് സ്ഥലങ്ങളിൽ, ടെമ്പററി ആയിട്ടുള്ള റീസെറ്റിൽമെൻറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ARI അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാം. അപ്പം ഇതാണ് ഓവർ ക്രൗഡിങ് ആൻഡ് ഇപ്പോൾ സാനിറ്റേഷനാണ് അതിലത്തെ ഒരു പോയിന്റ്. ഇനി അടുത്തത് വരുന്നത് എന്താ, പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ലീഡ് ടു ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ടു വിച്ച് ഐദർ ദി മൈഗ്രൻ്റ് ഓർ ഇൻഡിജിനിയസ് പോപ്പുലേഷൻ ആർ സസെപ്റ്റബിൾ. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പം എവിടെ നിന്നൊക്കെയാണ് ആളുകൾ, ഇപ്പോൾ ഒരു ടെമ്പററി സെറ്റിൽമെൻറ്റിൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നു ചേരുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഇപ്പോൾ ഒരു വൈഡ് ഏരിയ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ വരികയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും ചിലപ്പോൾ ഒറ്റ സെറ്റിൽമെൻറ്റുകളിലേക്കാവും, ഒരു ഒറ്റ ക്യാമ്പിലേക്കാവും നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വരുന്നവർക്ക് അസുഖങ്ങളുണ്ടോ, അത് മൈഗ്രൻ്റ് ആണോ ഇൻഡിജിനസ് ആണോ, ഇത്തരത്തിലുള്ളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അടുത്ത പോയിന്റ് വരുന്നത് ഡിസ്ട്രപ്ഷൻ ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ സപ്ലൈ, ഡാമേജ് ടു സീവറേജ് സിസ്റ്റം ആൻഡ് പവർ സിസ്റ്റം ആർ കോമൺ ഇൻ നാച്ചുറൽ ഡിസാസ്റ്റർ. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ വാട്ടർ സപ്ലൈ ഡാമേജ് ആവും, കണ്ടാമിനേഷൻ ആവും തീർച്ചയായിട്ടും. അതേപോലെ തന്നെ സീവറേജ് സിസ്റ്റവും ഡാമേജ് ആവും. ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് സർവൈലൻസ് ചെയ്യണം, അത് കൺട്രോൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യണം. അടുത്ത് വരുന്നത് ഡിസ്ട്രപ്ഷൻ ഓഫ് റുട്ടീൻ കൺട്രോൾ പ്രോഗ്രാംസ് ആസ് ഫണ്ട്സ് ആൻഡ് പേഴ്സണൽ ആർ യൂഷ്വലി ഡൈവേർട്ടഡ് റിലീഫ് വർക്ക്. അത് റുട്ടീനായിട്ടുള്ള ഒരു കൺട്രോൾ പ്രോഗ്രാം ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പേഴ്സണൽസ്, അതിനുവേണ്ട ആളുകളെല്ലാം റിലീഫ് വർക്കിന് ഓരോ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ. ഇപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ തന്നെ സർവൈലൻസും ഡിസീസ് കൺട്രോളൊക്കെ ചെയ്യേണ്ടതിനും അതിന് പ്രത്യേക സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു റുട്ടീനായിട്ടുള്ള കൺട്രോൾ പ്രോഗ്രാം അവിടെ നടക്കണം. ഇനി എന്താ വരുന്നത്, എക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചുകൾ വരുന്നുണ്ട്. എക്കോളജിക്കൽ ചേഞ്ചസ് മേ ബി ഫേവറിങ് ബ്രീഡിങ് ഓഫ് വെക്ടേഴ്സ് വരുന്നുണ്ട്. കാലാവസ്ഥ ഒരുപാട് മാറും, കാരണം ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ കാലാവസ്ഥ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ബ്രീഡിംഗ് ഉണ്ടാവാം, ഇപ്പം കൊതുവാണെങ്കിലും അത് മറ്റ് ഇതാണെങ്കിലും ബ്രീഡിംഗ് ഉണ്ടാവാം. അപ്പം ഇതെല്ലാം അതിൻ്റെ ഇൻക്രീസ് ദി വെക്ടർ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ വെക്ടറിൻ്റെ പോപ്പുലേഷൻ തന്നെ അതിൻ്റെ ഡെൻസിറ്റി കൂടാം എക്കോളജിക്കലായിട്ടുള്ള ചേഞ്ചുകൾ വരുമ്പോൾ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ് എന്ന് പറയും, അല്ലേ. ഇപ്പോൾ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വൈൽഡ് ആനിമൽസൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കാം, അവരെ ചിലപ്പം കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിരിക്കാം. വെൻ കെരി ദി ദം സൂമോസിസ്, അതിൽ നിന്ന് നമുക്ക് അസുഖങ്ങൾ
ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ആസ് വെൽ ആസ് ടു അതർ ആനിമൽസ്. ഇപ്പം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും പോലും ഇത്തരം അസുഖങ്ങൾ പടർന്നേക്കാം. ഉദാഹരണത്തിനാണ് ഇപ്പം ലെപ്റ്റോസ്പൈറോസിസ് കേസസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഫോളോയിങ് ലാർജ് ഫ്ലഡ് ഇൻ ഒറീസ. ഒറീസയിലെ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ഈ ലെപ്റ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. അതുപോലെ തന്നെ ആഫ്റ്റർ സൂപ്പർ സൈക്ലോൺസ് ഇൻ 1999 ആന്ത്രാക്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈക്ലോണിൻ്റെ ഭാഗമായിട്ട് ആന്ത്രാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതകളുണ്ട്. ലെപ്റ്റോസ്പൈറോസിസും അതുപോലെ തന്നെ ആന്ത്രാക്സും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും സാധ്യതകളുണ്ട്. പ്രൊവിഷൻ ഓഫ് എമർജൻസി ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ ഇൻ ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഫ്രം ഡിഫറെൻറ്റ് ഓർ ന്യൂ സോഴ്സ് മേ ഇറ്റ് സെൽഫ് ബി സോഴ്സ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം ദുരന്തം കഴിഞ്ഞാൽ അവരെ സെറ്റിൽമെൻറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന എമർജൻസി ഫുഡ് അല്ലെങ്കിൽ വെള്ളം, ഇത്തരം കാര്യങ്ങളിൽ നിന്നും അത് കണ്ടാമിനേഷൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഈ ഇൻഫെക്ഷസ് ഡിസീസ്, അപ്പോൾ അവർക്ക് അസുഖങ്ങൾ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ എപ്പിഡെമിയോളജിക്കൽ സർവൈലൻസും ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിലും വരുന്ന അതിൻ്റെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് നമുക്ക് വരുന്നത്, ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ആവുന്നതിന് മെക്കാനിസമാണ് ഈ 7 പോയിന്റുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഔട്ട് ബ്രേക്ക് ഓഫ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് വിച്ച് ഇസ് ദി മോസ്റ്റ് കോമൺ റിപ്പോർട്ടഡ് ഡിസീസ് ഇൻ ദി പോസ്റ്റ് ഡിസാസ്റ്റർ. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഔട്ട് ബ്രേക്കാണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ് അസുഖമാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഔട്ട് ബ്രേക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കോമൺലി റിപ്പോർട്ടഡ് ഡിസീസാണ് അല്ലേ പോസ്റ്റ് ഡിസാസ്റ്റർ. കോമൺലി റിപ്പോർട്ടഡ് ഡിസാസ്റ്റർ ഇൻ പോസ്റ്റ് ഡിസാസ്റ്റർ ഈസ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ് ആണ് ഡിസാസ്റ്റർ കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരാൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസുഖം, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ്. ഇനി അത് കഴിഞ്ഞപ്പോൾ ഡിസാസ്റ്റർ ആ പീരീഡിൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ് വരും. അതേപോലെ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ഫസ്റ്റ് 3 ഫാക്ടേഴ്സ് മെൻഷൻഡ് എബോവ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളിലും ഇപ്പം ഈ നമ്മൾ 7 പോയിന്റുകൾ പഠിച്ചല്ലേ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള എങ്ങനെയൊക്കെയാണ് വരുന്നതിൻ്റെ മെക്കാനിസം എങ്ങനെയൊക്കെയെന്ന് പഠിച്ചു. അതിൽ വരുന്നത് ഈ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിക്സ് തന്നെയാണ് കൂടുതലായിട്ടും പോസ്റ്റ് ഡിസാസ്റ്റർ ആയിട്ടുള്ള അസുഖങ്ങൾ കാണപ്പെടുന്നത്. ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ARI, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ആസ് എ കോമൺ ഡിസ്പ്ലേസ്മെൻറ്റ് പോപ്പുലേഷൻ. ARIയും ഈ നമുക്ക് ഈ ദുരന്ത സ്ഥലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള അസുഖമാണ്. അതുപോലെ തന്നെ വെക്ടർ ബോൺ ഡിസീസ് വിൽ നോട്ട് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി ബട്ട് മേ ടേക്ക് സെവറൽ വീക്സ് ആൻഡ് റീച്ച് എപ്പിഡമിക് ലെവൽസ്. വെക്ടർ ബോൺ ഡിസീസുകൾ പെട്ടെന്ന് തന്നെ കാണാൻ സാധ്യതകളില്ല. വെക്ടർ ബോൺ ഡിസീസ് വിൽ നോട്ട് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി ബട്ട് മേ സെവറൽ വീക്സ് ടു റീച്ച് എപ്പിഡമിക് ലെവൽ. ഇത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ കഴിഞ്ഞാലാണ് എപ്പിഡമിക്സുകൾ കാണാൻ തുടങ്ങുകയുള്ളൂ. അതെങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൂണോസിസ്. ഇപ്പം ഒരു ദുരന്ത സ്ഥലത്ത് മരണപ്പെടുന്ന ഈ ഇപ്പം മൃഗങ്ങളാണെങ്കിലും മറ്റ് എന്ത് ജീവികളാണെങ്കിലും കൂടെ അവിടെ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൂണോസിസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. കാരണം അത് മണ്ണിലകപ്പെടുകയോ അല്ലെങ്കിൽ അത് മരണപ്പെടുകയോ ചത്തൊടുങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വെക്ടറുകൾ രൂപപ്പെടാനും അതിൻ്റെ അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കാനും ആഴ്ചകൾ സമയമെടുക്കും. അതും ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം ഇനി ഇപ്പം ഒരു ദുരന്തം കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തന്നെ നമ്മൾ പല വാർത്തകളൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പം മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളിൽ നിന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ ഇപ്പം മനുഷ്യരിലേക്കും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ ഒരു കൺട്രോൾ ആക്ടിവിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ അസുഖങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ ഉള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് വെറ്ററിനറി സർവീസ് മേ ബി നീഡഡ് ടു ഇവാലുവേറ്റ് സച്ച് ഹൈ റിസ്ക്. ഇപ്പം മൃഗസംരക്ഷണ വകുപ്പ് അവരും നമുക്ക് ഈ ദുരന്ത സമയത്ത് അവരുടെ സേവനവും നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ്? നീഡ് ടു ഇവാലുവേറ്റ് ദി സച്ച് ഹെൽത്ത് റിസ്ക് ഡോഗ്സ്, കാറ്റ്സ് ആൻഡ് അതർ ഡൊമസ്റ്റിക് ആനിമൽസ്
ആർ ടേക്കൺ ബൈ ദെയർ ഓണേഴ്സ് ടു നിയർ ടെമ്പററി ഷെൽട്ടേഴ്സ് അല്ലേ. അപ്പോൾ അവർക്കാണ് ഇപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പിനാണ് ഇപ്പം ഒരു ദുരന്തം ഉണ്ടായാൽ ആ വീട്ടുകാരിലത്തെ ഓമന മൃഗങ്ങളുണ്ടാവും, അവരെയൊക്കെ പിടിച്ച് അവരുടെ ഓണേഴ്സിന് കൊടുക്കാൻ. ഇപ്പോൾ ഒരു സിവിലിയനോ ഇപ്പോൾ ഒരു സാധാരണ ആൾക്കോ അത് കഴിയാത്തതിൻ്റെ സ്കിൽഡ് ആയിട്ടുള്ള വെറ്റിനറി സർവീസ് ഉള്ള ആളുകൾക്ക്, അത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവരതിനെ കൃത്യമായിട്ട് അവരുടെ ഓണർക്ക് ഷെൽട്ടറിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സർവീസ്, വെറ്റിനറി സർവീസ് അവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു സ്കില്ല് ഉണ്ടാവുള്ളൂ. സം ഓഫ് ദീസ് അനിമൽസ് മേ സർവൈവ്സ് ഇൻഫെക്ഷൻസ് സച്ച് ആസ് ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് റിക്കറ്റ്സിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഈ അനിമൽസ് ഇപ്പം വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും കൂടെ ഇവരിൽ നിന്നും ഈ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ്, അതൊക്കെ ഒരു റിസർവോയർ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഈ പെറ്റ്സും ഈ ഇപ്പോൾ ഡോഗ്സ്, ഇപ്പോൾ കാറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ അവരൊക്കെ ഡൊമസ്റ്റിക് അനിമൽസൊക്കെ ഈ അസുഖങ്ങളുടെ റിസർവോയർ ആവാൻ സാധ്യതയുണ്ട്. വൈൽഡ് അനിമൽസ് ആർ റിസർവോയർസ് ഇൻഫെക്ഷൻസ് വിച്ച് ക്യാൻ ബി ഫാറ്റൽ ടു മാൻ സച്ച് ആസ് ഇക്വൻ എൻസെഫലൈറ്റിസ്, റാബീസ് ആൻഡ് ഇൻഫെക്ഷൻസ് സ്റ്റിൽ അൺനോൺ ഇൻ ഹ്യൂമൻസ്. വൈൽഡ് അനിമൽസ് വഴിയാണ് വരുന്നതാണ് റിസർവോയർസ്. കൂടുതലായിട്ടും ഈ ഡൊമസ്റ്റിക് അനിമൽസിൽ നിന്നാണ് അസുഖങ്ങൾ വരുന്നത്. വൈൽഡ് അനിമൽസിൽ നിന്നും അധികം നമുക്ക് ഈ ദുരന്ത സമയങ്ങളിലൊന്നും വന്ന് നമുക്ക് റിപ്പോർട്ട് കുറവാണ്. അത് നമുക്കിപ്പോൾ ഫാറ്റൽ എന്ന് പറയുന്നില്ലേ, ഇപ്പം നമുക്ക് ആരോഗ്യത്തിന് ഇപ്പോൾ ജീവന് തന്നെ ഭീഷണിയാവുന്ന കാര്യങ്ങളുണ്ട്. വൈൽഡ് ആനിമൽസ് റിസർവോയർ ആവുന്ന ഇൻഫെക്ഷൻസ് സച്ചസ് എൻസെഫലൈറ്റിസ്, റാബിസൊക്കെ ഇപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ആൻഡ് ഇൻഫെക്ഷൻസ് സ്റ്റിൽ അൺനോൺ ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഇല്ലേ. ഇത്തരം അസുഖങ്ങൾ നമുക്ക് മനുഷ്യരിൽ തന്നെ ചിലപ്പം എന്ത് പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്ന പോയിന്റുകളാണ്. ഇനി വരുന്നത് അടുത്ത നമുക്ക് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിവെൻറ്റിങ് ആൻഡ് കൺട്രോളിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ. ഒരു ദുരന്തം കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഇംപ്ലിമെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ആസ് പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ ട്രാൻസ്മിഷൻ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കൺട്രോൾ പ്രോഗ്രാമുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ സ്പ്രെഡിങ് കുറയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കിത് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓർഗനൈസ് എ റിലയബിൾ ഡിസീസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ടു ഐഡൻറ്റിഫൈ ദി ഔട്ട്ബ്രേക്ക് ടു പ്രോംപ്റ്റ്ലി ഇനിഷ്യേറ്റ് ദി കൺട്രോൾ മെഷേഴ്സ്. ഓർഗനൈസ് എ റിലയബിൾ ഡിസീസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. റിലയബിൾ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയാലാണ് നമുക്കിതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഈ ഔട്ട് ബ്രേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ പ്രിൻസിപ്പിൾസിൽ വരുന്ന രണ്ടാമത്തെ പോയിൻ്റാണ്. ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേറ്റ് ആൾ റിപ്പോർട്ട്സ് ഓഫ് ഡിസീസ് ഔട്ട് ബ്രേക്ക് റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഡിസീസിൻ്റെ ഔട്ട് ബ്രേക്കിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ ആക്ടിവിറ്റീസുകൾ കൂട്ടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ റിസ്ക് നമുക്കവിടെ കുറയ്ക്കാൻ സാധിക്കാൻ പറ്റുള്ളൂ. ഇനി അവിടെ ചെയ്യേണ്ട പ്രവൃത്തികളാണ് വാക്സിനേഷൻ ചെയ്യണം അല്ലേ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വാക്സിനേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇത് WHO ഡസ് നോട്ട് റെക്കമെൻഡ് ടൈഫോയിഡ് ആൻഡ് കോളറ വാക്സിൻ ഇൻ റുട്ടീൻ യൂസ് ഇൻ എപ്പിഡമിക് ഏരിയാസ് എന്ന് പറയുന്നത്. ടൈഫോയിഡിൻ്റെയും കോളറയുടെയും വാക്സിനേഷൻ റുട്ടീനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് റെക്കമെൻഡ് എന്ന് പറയുന്നത്. WHO ഡസ് നോട്ട് റെക്കമെൻഡ് ടൈഫോയിഡ് ആൻഡ് കോളറ വാക്സിൻ ഇൻ റുട്ടീൻ യൂസ് ഇൻ എപ്പിഡമിക് ഏരിയയിൽ റുട്ടീൻ യൂസായിട്ട് ടൈഫോയിഡിൻ്റെയും അതുപോലെ തന്നെ കോളറ വാക്സിനേഷൻ കൊടുക്കേണ്ട റെക്കമെൻഡ് ചെയ്യുന്നില്ല. അടുത്തെന്താ പറയുന്നത്? ദി ന്യൂ ഇയർ ടൈഫോയിഡ് ആൻഡ് കോളറ വാക്സിൻസ് ഹാവ് ഇൻക്രീസ്ഡ് efficacy, but because they are multi-dose vaccines, compliance is likely to be poor എന്ന് പറയുന്നത്. അടുത്തത് they have not been proven effective as large scale public health measures. Vaccination program required large number of workers who could be better employed
elsewhere. Supervision of sterilization and injection techniques may be impossible, resulting more harm than good എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ രണ്ട് വാക്സിൻ്റെ കാര്യമാണ് വാക്സിനേഷനിൽ പറയുന്നത്. ടൈഫോയിഡിൻ്റെ അതുപോലെ തന്നെ കോളറ വാക്സിനും റുട്ടീനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താണ് കാരണം? അത് ഈ ഇപ്പം ന്യൂ ഇയർ ടൈഫോയിഡ് ആൻഡ് കോളറ വാക്സിൻ ഹാവ് ഇൻക്രീസ്ഡ് എഫിക്കസി ചെയ്യുന്നുണ്ട്. അത് ഇപ്പം പുതിയതായിട്ടുള്ള ടൈഫോയിഡിൻ്റെയും അതുപോലെ തന്നെ കോളറയുടെയും വാക്സിനുകളൊക്കെ അതിൻ്റെ എഫിക്കൻസി കൂടുതലായിട്ടുള്ള വാക്സിനുകളാണ്. ബട്ട് ബിക്കോസ് ദേ ആർ മൾട്ടി ഡോസ് വാക്സിൻസ് കംപ്ലൈൻറ്റ്സ് ലൈക്ലി ബി പ്യുവർ. അതിൽ മൾട്ടി ഡോസ് ആയിട്ടുള്ള വാക്സിൻ കംപ്ലൈൻറ്റ്സ് ലൈക്ലി ടു ബി പ്യുവർ. അത് കുറച്ച് മൾട്ടി ഡോസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വാക്സിനേഷൻ്റെ ഇതിൽ ഇപ്പോൾ ഒരു സൈറ്റിൽ വരുന്ന വാക്സിനേഷനിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈഫോയിഡിനെയും കോളറയുടെയും വാക്സിനും റെക്കമെൻഡ് ചെയ്യുന്നില്ല, റൂട്ടീൻ യൂസിനായിട്ടുള്ള റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. And above all, mass vaccination may lead a false sense of security about the risk of disease and to neglect the effective control measures. ഇപ്പോൾ ഈ വാക്സിനേഷൻ്റെ കാര്യം ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, എന്താ പഠിച്ചത്? നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇഞ്ചക്ഷൻ ടെക്നിക്കുകൾ ഇമ്പോസിബിൾ ആവും. അതിൻ്റെ സ്റ്റെറിലൈസേഷനും സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പോസിബിളായിട്ടാണ് വരുന്നത്. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിലായിട്ടുള്ള ഒരു വാക്സിനേഷനായിട്ടല്ല വരിക, അതൊരു അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത്തരം കാര്യം ഇപ്പോൾ നമുക്ക് വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ സൂപ്പർവിഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഇഞ്ചക്ഷൻ ടെക്നിക്സ് മേ ബി ഇമ്പോസിബിൾ അല്ലേ, റിസൾട്ടിങ് ഇൻ മോർ ഹാം ദാൻ ഗുഡ്. അത് നല്ലതിനേക്കാൾ ഉപരി അതൊരു മോശമായിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് ഉണ്ടാക്കുക. അതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ന്യൂട്രീഷനാണ്. ന്യൂട്രീഷനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ദുരന്ത സമയത്ത്? അപ്പം നമുക്കിപ്പം ഈ സർവൈലൻസ് ആൻഡ് ഡിസീസ് കൺട്രോളിൻ്റെ ഭാഗത്തിൽ റിലീഫ് ഫേസിൽ വരുന്ന ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യണം? A natural disaster may affect the nutritional status of the population, affecting one or more components of food chain depending on the type, duration, and extent of disaster, as well as the food and nutritional condition existing in the area before catastrophe. ശരിക്കും പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം ലഭ്യത കുറയും ഇല്ലേ. അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യം, ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. കാരണം അവർ ന്യൂട്രീഷൻ്റെ ലെവല് ഒരു ഭയങ്കരമായിട്ട് കുറയും. അവർക്ക് ആ ഒരു പോഷകങ്ങൾ പലർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ദുരന്തത്തിൽ നിന്നല്ലേ അവർ ഇത് വരുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആഹാരങ്ങൾ കിട്ടാതെ വരും. ഇപ്പോൾ ഒരു ക്യാമ്പുകളിലൊക്കെ ആണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കിട്ടാതെ വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ന്യൂട്രീഷൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഗർഭിണികൾ, അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, അസുഖബാധിതർ, ഇത്തരത്തിലൊക്കെ ഒരു ന്യൂട്രീഷൻ്റെ ലെവല് വളരെ ഒരു കുറഞ്ഞ ലെവല് എങ്ങനെ വരുന്നത്? ആൻഡ് മോർ പോൺ ടു ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. അവർക്ക് ആ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കിട്ടാത്തൊരവസ്ഥ ഈ ഡിസാസ്റ്റർ സമയങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതും, ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, അവർക്ക് വേണ്ട ഈ സെറ്റിൽമെൻറ്റിൽ ടെമ്പററി റീസെറ്റിൽമെൻറ്റ് ക്യാമ്പുകളിൽ അവർക്ക് അവരുടെ ന്യൂട്രീഷൻ ലെവൽ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതും ഈ റിലീഫ് ഫേസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഫോർ എൻഷുറിങ് ദാറ്റ് ഗുഡ് റിലീഫ് പ്രോഗ്രാം വിൽ ബി എഫക്റ്റീവ്. എന്തൊക്കെയാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുഡ് റിലീഫ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അസസിങ് ദി ഫുഡ് സപ്ലൈസ് ആഫ്റ്റർ ദി ഡിസാസ്റ്റർ. ഒരു ദുരന്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഫുഡ് സപ്ലൈ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഗേജിങ് ദി ന്യൂട്രീഷൻ ലീഡ്സ് ആൻഡ് എഫക്റ്റഡ് പോപ്പുലേഷൻ. അവർക്ക് അവരുടെ ആ ന്യൂട്രീഷൻ ലെവൽ കൃത്യമായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് ഒരു അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റിംഗ് ഡെയിലി ഫുഡ് റേഷൻ ആൻഡ് നീഡ് ഫോർ ലാർജ് പോപ്പുലേഷൻ ഗ്രൂപ്പ്. ഒരു വലിയൊരു ഗ്രൂപ്പിലാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇത്ര അളവിലുള്ള ഭക്ഷണം അവർക്ക് ലഭ്യമാവണം. മോണിറ്ററിംഗ് ദി ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി അഫക്റ്റഡ് പോപ്പുലേഷൻ. ഈ ദുരന്ത
ബാധിതർക്ക് അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇതൊക്കെ റിലീഫ് ഫേസിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് വരുന്നത് റിഹാബിലിറ്റേഷനാണ്. അപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞു, അവരെ നമുക്ക് അവരെ എന്ത് ചെയ്തു, സർവൈലൻസ് നടത്തി, അവരെ റെസ്ക്യൂ ചെയ്തു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, റിലീഫ് ഫേസിൽ അവർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു, വാക്സിനേഷനും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു, അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യം കൊടുത്തു. ഇനി വരുന്നത് റിഹാബിലിറ്റേഷനാണ്. എന്താണ് റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അവരെ ദി ഫൈനൽ ഫേസ് ഈസ് ഇൻ ഡിസാസ്റ്റർ ഷുഡ് ബി ലീഡ് ടു ദി റിസ്റ്റോറേഷൻ ഓഫ് ദി പ്രീ ഡിസാസ്റ്റർ കണ്ടീഷൻ. അല്ലേ, പ്രീ ഡിസാസ്റ്റർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നേ അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു കണ്ടീഷനിലേക്ക് ആ പോപ്പുലേഷനെ എത്തിക്കേണ്ട ആ ഒരു പ്രവൃത്തിയാണ് റിഹാബിലിറ്റേഷനിൽ വരുന്നത്. റിഹാബിലിറ്റേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി വെരി ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ. ഒരു ദുരന്തം കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് റിഹാബിലിറ്റേഷൻ. സ്റ്റാർട്ട് ഫ്രം വെരി ഫസ്റ്റ് മൊമെൻറ്റ്. അവർ അത് ദുരന്തം കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളാണ് റിഹാബിലിറ്റേഷൻ്റെ വർക്കുകളാണ് ചെയ്യേണ്ടത്. ടു ഓഫൺ measure decided in a hurry tends to obstruct the re-establishment and a normal condition of life. അത് വൈകും തോറും, ഇപ്പോൾ റിഹാബിലിറ്റേഷൻ പ്രോസസ്സ് വൈകും തോറും അവർക്ക് ആ ഒരു നോർമൽ കണ്ടീഷനിൽ, പഴയ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരാനുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട റിഹാബിലിറ്റേഷൻ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിലെന്താ വരുന്നത്, പ്രൊഫഷൻ ബൈ എക്സ്റ്റേണൽ ഏജൻസി മെഡിക്കൽ കെയർ ടെമ്പററി പീരീഡ് ഓഫ് നെഗറ്റീവ് എഫക്റ്റ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെഡിക്കൽ കെയറുകളൊക്കെ ഒരു ഡിലേ ആവുമ്പോൾ, ഒരു എക്സ്റ്റേണൽ ഏജൻസി എന്നൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കെയർ ടെമ്പററി പീരീഡ് നെഗറ്റീവ് ആ ഒരു എന്താ പറയുക, അത് ഡിലേ ആകുമ്പോൾ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക. ഓൺ ദി വിഡ്രോവൽ ഓഫ് സച്ച് കെയർ the population is left with a new level of expectation which simply cannot fulfilled. അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അതത് സമയങ്ങളിൽ ലഭ്യമായാൽ മാത്രമാണ് റിഹാബിലിറ്റേഷൻ പ്രോസസ്സ് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമുക്കിപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു മെഡിക്കൽ കെയറൊക്കെ കുറഞ്ഞു വരുമ്പോൾ അവർ ഒരു മുന്നേ ഉണ്ടായിരുന്ന ഒരു സാധാരണ നിലയിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് ഒന്നുകിൽ അവരത് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു താല്പര്യം കുറയും, അല്ലെങ്കിൽ അവർക്ക് അത് എത്തിച്ചേരാൻ പറ്റായിക വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിഹാബിലിറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട മെഡിക്കൽ കെയറുകളൊക്കെ ഒരു കൃത്യമായിട്ട് കൊടുക്കണം. മെഡിക്കൽ കെയർ ഫോർ എ ടെമ്പററി പീരീഡ് ഹാസ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്, ആ പ്രത്യേക സമയങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു മെഡിക്കൽ കെയറുകളൊക്കെ ഡിലേ ആവുമ്പോൾ അവർക്ക് ആ ഒരു റിഹാബിലിറ്റേഷൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർക്ക് ആ ഒരു റിഹാബിലിറ്റേഷൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി അടുത്ത് എന്താ പറയുന്നത്, ഇപ്പം റിഹാബിലിറ്റേഷനിൽ വരുന്നത് അതിൽ വരുന്നതാണ് വാട്ടർ സപ്ലൈ വരുന്നുണ്ട്. വാട്ടർ സപ്ലൈയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?